അപ്പോൾ SIRന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച വിവരം എല്ലാവരും അറിഞ്ഞല്ലോ. വോട്ടർ പട്ടികയിൽ നമ്മൾ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ പലർക്കും അറിയായിരിക്കും. എന്നാൽ അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഈ അറിയാത്ത ആളുകൾക്ക് എങ്ങനെയാണ് നമ്മൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതും, അതുപോലെ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്ത ആളുകളുണ്ട്. ഈ ആളുകൾക്ക് ഇലക്ഷൻ ID കാർഡ് പോസ്റ്റ് വഴി ലഭിച്ചിട്ടില്ല, അത് താമസമെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ ഇലക്ഷൻ ID നമ്പർ ഉണ്ടായിരിക്കും. ഈ നമ്പർ വെച്ചിട്ട് എങ്ങനെ ഓൺലൈനായിട്ട് ഇലക്ഷൻ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാമെന്നും ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിലുള്ളത്. കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അപ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ്. ഈ സൈറ്റിലേക്ക് എത്താവുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് എത്താം. ഇവിടെ നമുക്ക് മുകളിൽ ലാംഗ്വേജ് ഉണ്ട്, അതൊന്നും മാറ്റണമെന്നില്ല. ഇവിടെ എപ്പിക് നമ്പർ, ഇവിടെ നമ്മുടെ എപ്പിക് നമ്പർ, അതായത് ഇലക്ഷൻ ID കാർഡ് നമ്പർ കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ കേരളം സെലക്ട് ചെയ്തു. ഈ ക്യാപ്ച ഒന്ന് അടിച്ചു കൊടുക്കുക. സെർച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് വോട്ടർ പട്ടികയിലുണ്ട്. അതിൻ്റെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അതുപോലെ നമ്മുടെ ബൂത്ത് നമ്പർ, കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ, നമ്മുടെ പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ, ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വോട്ടർ പട്ടികയിലുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ ID കാർഡ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് പറയുന്ന ഈ പോർട്ടലിലേക്ക് വരണം. ഇലക്ഷൻ കമ്മീഷൻ്റെ പോർട്ടലാണ്. അപ്പോൾ അതിലേക്ക് എത്താനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ പോർട്ടലിലേക്ക് വരിക. പോർട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാപ്ച അടിച്ചു കൊടുക്കുക. OTP റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഈ ഫോണിലേക്ക് നമ്മുടെ OTP വരും. OTP വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ പിന്നെ OTP വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് വന്ന് ഇവിടെ നിന്ന് നേരെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇലക്ടർ റോളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഏത് ഇതിനാണ് ഇതാ ഈ എപ്പിക് ഡൗൺലോഡ്, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇലക്ഷൻ ID കാർഡ് നമ്പർ, ഈ നമ്പർ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മൾ പുതുതായി ചേർത്ത ആൾക്കാരാണെങ്കിലും പഴയ ആൾക്കാരുടെയൊക്കെ വോട്ടർ പട്ടികയിൽ നമ്മുടെ എപ്പിക് നമ്പർ ഉണ്ട്. അവിടുന്ന് ഇതെടുക്കുക. എന്നിട്ട് അത് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ ഇവിടെ ഒരു എപ്പിക് നമ്പർ അടിച്ചു കൊടുക്കുന്നു. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു. കേരള സെലക്ട് ചെയ്തു. സെർച്ച് കൊടുക്കുന്നു. സെർച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. നേരെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടി OTP വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളെ രജിസ്റ്റേർഡ് ഫോണിലേക്ക് OTP വരും. അതുകൂടി നമ്മളിവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. OTP വെരിഫൈ ചെയ്തു. ഡൗൺലോഡ് എപ്പിക്. അത് നേരത്തെ ഒന്ന് ഡൗൺലോഡ് ചെയ്താണ്, അതുകൊണ്ടാണ് ഇത് വീണ്ടും അഗെയിൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ എപ്പിക് ഇലക്ഷൻ ID കാർഡ് ഡൗൺലോഡായി, നമുക്കിവിടെ കാണാം ഡൗൺലോഡായി കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ഷൻ ID കാർഡ്. ഇങ്ങനെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ
നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഒന്ന്, നമുക്ക് എങ്ങനെ നമ്മളെ SIR അന്തിമ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും, അതുപോലെ പുതുതായി പേര് ചേർത്തത് പഴയ ആൾക്കാർക്ക് ഒരുവിധം ഇലക്ഷൻ ID കാർഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പുതുതായി ചേർത്തവനും പുതുതായി ആൾക്കാരും പഴയ ആൾക്കാരുടെയൊക്കെ ഇലക്ഷൻ ID കാർഡ് നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് ഈ വീഡിയോ ഉള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഉപകാരപ്രദമാണെങ്കിൽ ഇത് അറിയാത്ത മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചയും നമുക്ക് കൊണ്ട് കാണാം. അതുവരെ ബൈ.